കെ.വി. രാഹുലിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാഹുൽ, നേരത്തെ രാഹുലിനോട് സംസാരിച്ച ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം കുറെ ആളുകൾ ചുറ്റുമുണ്ട്. കുറച്ചു ദിവസങ്ങളായി ഈ ഒരു അപകടത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായി കുറെ ആളുകൾ അവിടെ ഉണ്ട്, പലതരത്തിലുള്ള സഹായ ഹസ്തങ്ങളും ഒക്കെയായി. പക്ഷെ പതിയെ പതിയെ അവർ അവരുടെ ജീവിതങ്ങളിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ അനാഥമാകുന്ന, ഏകാന്തതയിൽ പെട്ടുപോകാൻ പോവുകയാണ്. അത് പറയുമ്പോൾ അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്നുണ്ട്. അതിജീവനം എന്ന് പറയുമ്പോഴും, അതിജീവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും അതായത് ആ വഴി, ആ പാത അത്ര എളുപ്പമല്ല. അങ്ങനെ തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ട ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് അലിക്കാണ് അദ്ദേഹത്തിൻ്റെ കട വൃത്തിയാക്കുന്നതിനിടെയാണ് നമ്മൾ ചോദിച്ചത്. ഇപ്പോൾ കുറേ ആളുകളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, അത് കാണാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വരാതാകുന്ന ഒരു സമയത്ത് ഈ മേഖലയിൽ ഇവർ മാത്രമായി വളരെ ചുരുക്കം ആളുകളായി ഒറ്റപ്പെട്ടു പോകില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുഹമ്മദ് അലിക്ക എന്നോടൊപ്പം തന്നെ ഇവിടെ ഉണ്ട്. മുഹമ്മദ് അലിക്ക, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഉള്ള കുറേ ആളുകളൊക്കെ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ മാത്രം ഇവിടെ ആയിപ്പോവും എന്നൊരു ആശങ്ക നിങ്ങൾ പറഞ്ഞു. ഇല്ല, ആൾക്കാർ തിരിച്ചു പോകുക എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 75 വീടും കൂടുകളും നഷ്ടപ്പെടാത്ത ആൾക്കാർ പോയിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവർക്കൊരു പേടി വന്നതിൻ്റെ പേരിൽ പോയി മാറി താമസിക്കുന്നുണ്ട്. അത് വീണ്ടും ഇനി ഇങ്ങോട്ട് വരില്ല എന്നാണ് അവർ പറയുന്നത്. വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകുമെന്നില്ലതാണ് കാരണങ്ങൾ. വീടിനും ഉമ്മയും ഇപ്പം എനിക്കിപ്പോൾ കടൻ്റെ ഇത് പറ്റിയിട്ടെന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു വിഷമത്തിൽ ഞാൻ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള ബാക്കിയുള്ള കുടുംബങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. എനിക്ക് എങ്ങോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ സർക്കാർ വക ഒരു ചെറിയൊരു വീടോ ഒരു 5 സെൻറ്റ് ഇപ്പം ധനസഹായം എന്തെങ്കിലും കിട്ടിയിട്ടില്ല? ഒന്നും കിട്ടിയില്ല. ഇതുവരെ എന്നുണ്ടെങ്കിൽ ഒരു ധനസഹായം, ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഇത് റദ്ദ് കഴിഞ്ഞിപ്പോൾ എത്ര ദിവസമായി? ഈ നിമിഷം വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും, ഈ കടക്കാർക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. ഒരു സംഘടന കാര്യത്തിൽ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ ശരി, സർക്കാർ ഭാഗമാണെങ്കിൽ സർക്കാർ ശരിയായ ഞങ്ങൾക്ക് എത്ര നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പോലും ഇതുവരെ അവിടെ നിന്ന് വന്നിട്ടില്ല. വരുന്നുണ്ട്, പോകുന്നുണ്ട്, എങ്ങനെയാണ് ഏതാണെന്നുള്ള വ്യക്തമായ ഒരു കണക്കും കാര്യങ്ങളും നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ നമ്മളെ നാശനഷ്ടത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ബാങ്ക് ലോണുണ്ട്, ഗോൾഡ് പണയം വെച്ച ലോണുകളുണ്ട്, കൃഷി ലോൺ എടുത്തിട്ടുണ്ട്, പിന്നെ വ്യാപാരി സ്ഥാപനങ്ങളിലേക്ക് പല ലോണുകളും പല കുറികളും പലതും എടുത്തിട്ടുണ്ട്. ഞങ്ങളെ നഷ്ടത്തെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര ഉറുപ്പ്യ നഷ്ടമുണ്ട്, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് വ്യക്തമായ ഒരു കണക്ക് നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ലല്ലോ. മനസ്സറിഞ്ഞ് നമ്മൾ ഒരു കണക്ക് പറയാൻ, ഞങ്ങൾ അവിടുന്ന് വന്നതാണ് ഇവിടുന്ന് വന്നതാന്ന് പറയാന്നല്ലാതെ ആരും ചോദിച്ചിട്ടില്ലേ? ആരും ചോദിക്കാനില്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥന്മാരെങ്ങനെ ഇപ്പോൾ വരുമ്പോൾ പറയും നിങ്ങളെ കണക്കെടുക്കാൻ അടുത്ത ആൾ വരുന്നുണ്ട്, അടുത്ത ആളോട് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ റവന്യൂ എന്നാന്ന് പറയും, അല്ലെങ്കിൽ പറയും ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദാസദാർ വിട്ടാറ്, അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് വിട്ടതാ, വിടുന്നുണ്ട് എന്നല്ലാതെ പറഞ്ഞ് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു കണക്കോ കാര്യങ്ങളോ ഞങ്ങളെ നഷ്ടങ്ങളോ ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് ശരിക്കും ഇരുന്ന് ഞങ്ങൾക്കൊരു കണക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. വരുന്നവർ നിങ്ങളതാണ്, നിങ്ങളെ കടയാണ്, എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ച് അവരോട് പോവുകയാണ്. ഞങ്ങൾക്ക് വ്യക്തമായി എത്ര കണക്കുകൾ, ഞങ്ങൾക്ക് എത്ര നഷ്ടങ്ങൾ, എന്തൊക്കെ ഉണ്ട് നിങ്ങൾ ഇത് ഈ സ്ഥാപനം പുനരാരംഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ എടുത്തിരുന്നു, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ കടങ്ങളുണ്ട്, എന്തൊക്കെ കടങ്ങളുണ്ട്, ഏതെല്ലാം ബാങ്കിൽ ലോണുണ്ട് എന്നെല്ലാം അന്വേഷിച്ചാണെങ്കിലും ഇപ്പോൾ നമുക്ക് അതിന് വ്യക്തമായ ഒരു തെളിവുകൾ, ഒരു കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. നിങ്ങളെ കടയാണോ? നമ്മളെ കടയാണ്. നിങ്ങൾക്ക് എന്താണ് നഷ്ടം? ഇത് നഷ്ടം. വെള്ളത്തിൽ പറ്റുകയാണോ? വെള്ളത്തിൽ പറ്റി. വേറെ ഒന്നുമില്ല. ഇത് രണ്ടെണ്ണം എഴുതിയിട്ട് അവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ നഷ്ടത്തെക്കുറിച്ച് ഞങ്ങൾ ആരോട് പറയും? ഞങ്ങൾ ഏകാന്തതയായി കയ്യും കെട്ടിയിട്ട് നിശബ്ദതയായിട്ട് ഞങ്ങൾ ഒരു മൂലക്കാലം അങ്ങനെ നിൽക്കുക. അത്രമാത്രമല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ലോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ബാങ്കിലാണ്? കനറ, പിന്നെ ഇതിവിടെ ഗ്രാമീണ ബാങ്കിൽ ലോണുണ്ട്, അതേപോലെ ഇവിടെ കേരള സ്റ്റേറ്റ് ബാങ്കിൽ പിന്നെ ലോണുണ്ട്, പിന്നെ അതേമാതിരി ഗോൾഡ് വെച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ, ഏട്ടനും അഞ്ചന്മാർ ഞങ്ങളെ സഹായിച്ച ആൾക്കാരുണ്ട്. സ്നേഹിതന്മാരുടെ അടുത്ത് ഞങ്ങൾ ഗോൾഡ് പണയം മേടിച്ചിട്ടുണ്ട്, ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടം മുന്നോട്ട് പോകാൻ വളരെയധികം വിഷമമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് കടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ ഇവരടുത്തൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ ഈ സാഹചര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ദുരന്തബാധിതർക്ക് സർക്കാർ ആശ്വാസധനമായി നൽകിയ 10,000 രൂപ, അതിൽ നിന്ന് ഗ്രാമീൺ ബാങ്ക് ലോണിന്റെ ഗഡു പിടിച്ചു. അതിനിപ്പോൾ സർക്കാർ വക ഇപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ ഞങ്ങൾക്ക് കുറഞ്ഞൊരു 10,000 ഉറുപ്പ്യ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഗ്രാമീണ ബാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് എന്ത് മിസ്റ്റേക്ക് പറ്റിയെന്നാണെങ്കിൽ ഇത്രയും കാലം ഈ ലോകത്ത് മൊത്തം ആൾക്കാർ അറിഞ്ഞ് ഉരുൾപൊട്ടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അവർക്ക് എന്ത് മിസ്റ്റേക്ക് പറ്റിയെന്നാണ് പറയുന്നത്. അവർ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്, അതല്ലേ പറഞ്ഞില്ല. തെറ്റ് പറ്റിയെന്ന് പറയുന്ന സമയത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞില്ല. തെറ്റ് പറ്റുന്ന സമയത്ത് എങ്ങനെ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ഭാഗത്തിലെ ആൾക്കാരും ഈ ഞങ്ങളെ കണ്ണീരും ഞങ്ങളെ ദുഃഖങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാമീണ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടനിലോ അമേരിക്കയിലോ ഒന്നല്ലല്ലോ, ഞങ്ങൾ ഈ പ്രദേശത്തിലെ ആൾക്കാരല്ലേ. അവരെങ്ങനെ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് പറയാൻ കാരണം എന്ത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്.
ഞങ്ങൾക്ക് ഈ പിച്ചച്ചട്ടിമാർക്ക് ഒരു കഷ്ണം ഒരു 10,000 5,000 സർക്കാർ വക നിന്ന് ഞാൻ ഒരു ആശ്വാസത്തിന് വേണ്ടി തരുന്നത്, അതും അവർ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് അവർ പിടിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് ശരിയല്ലല്ലോ. അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. എൻ്റെ മുഖത്ത് 4 അടി അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അറിയാതെ അടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ശരിയുണ്ടോ? അത് കാര്യമില്ലല്ലോ. ഉണ്ടോ? കാരണം ഇപ്പോഴത്തെ ഞങ്ങൾ ആശ്വസിക്കേണ്ട ഒരു ടൈമും കാര്യങ്ങളും അവരാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. ഞങ്ങൾക്ക് വേണ്ടില്ല, ഞങ്ങൾ കച്ചവടം കാര്യമൊക്കെ പുനരാരംഭിച്ച് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നത് കുഴപ്പമില്ല. അവരൊന്ന് എടുത്തതാണ്. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ബാധ്യസ്ഥരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിക്കേണ്ട ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന സമയത്ത് അതും കൂടെ കൂട്ടി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നത് അത് എങ്ങനെ ന്യായീകരിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ഈ കടക്കല്ലാതെ വീടിന് എന്തെങ്കിലും കേടുപാട്? വീടിന് കേടുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഈ ജർക്കിങ് വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ വില്ലിച്ചകൾ വന്നിട്ടുണ്ട്. അല്ലാതെ വീട്ടിൽ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അതിലേക്ക് പോകാനോ നമ്മൾ നിന്നിട്ടില്ല. നമുക്ക് വീട് വേണമെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷെ പയ്യെ ഒരു മിനിറ്റ്. ഓക്കെ, ഏതായാലും അദ്ദേഹത്തിൻ്റെ വൈകാരികമായ പ്രതികരണമാണ്. കട മണ്ണ് അടിഞ്ഞ് ഏകദേശം തന്നെ നശിച്ച് പൂർണ്ണമായി തന്നെ നശിച്ച സ്ഥിതിയാണ്. അപ്പോൾ അതൊക്കെ നീക്കുകയാണ്. പിന്നെ അതുപോലെ ഇനി ഗ്രാമീൺ ബാങ്ക് തുക പിടിച്ച് അതിലുള്ളൊരു അമർഷം കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താ സ്ഥിതി മൊത്തത്തിലുള്ള? എന്താ സ്ഥിതി എന്താ പറയുക, ഇപ്പോൾ കാക്ക പറഞ്ഞ തന്നെ ഞങ്ങളെ സ്ഥിതി വളരെ മോശം തന്നെയാണ്. വളരെ മോശം തന്നെയാണ്. ഇപ്പോൾ കാക്ക പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇത് പിന്നെ തുടങ്ങാനില്ല എന്തെങ്കിലും സംവിധാനം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുക, ഞങ്ങളെ കടങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും അന്വേഷിക്കുക, എന്തെങ്കിലും ചെയ്യുക, ഒക്കെ തന്നെ. കൂടെ നിൽക്കുക, ഉയർത്തി കൊണ്ടുവരിക അല്ലേ? അതന്നെ. പിന്നെ ഇപ്പം എന്താ പറയാനൊന്നൊന്നുമില്ല. എന്ന് മനസ്സൊക്കെ ആകെ മരവിച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഒന്ന് ഇങ്ങനെ 2 ദിവസമായിട്ടുള്ളൂ പുറത്തിറങ്ങിയിട്ട് ഞാൻ തന്നെ. അപ്പം ഇതും കൂടെ കണ്ടപ്പോൾ പറ്റ ഇതായിപ്പോയി. സാധനങ്ങളാണ് ഈ കിടക്കണതൊക്കെ. അത് കൊടുത്താ നശിച്ചു പോയത്. ശരി, അവിടെയുള്ള മനുഷ്യരുടെ വാക്കുകളാണ്. അവർ വീണ്ടും എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഇപ്പോൾ നോക്കൂ, കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം ക്രൂരമായ നടപടികൾ വരുന്നത്. എന്തായാലും അതിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.